പ്രവൃത്തി ചെയ്യുന്നവരല്ല, സ്നേഹത്തിന് പകരം നാം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന സ്നേഹമാണ്. എങ്കിൽ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം തിരുവചനം പറയുന്നു അത് മഹാസ്നേഹമാണ്. തിരുവചനം പറയുന്നു അത് നിത്യസ്നേഹമാണ്. തിരുവചനം പറയുന്നു അത് നമ്മുടെ യോഗ്യത നോക്കാതെയുള്ള സ്നേഹമാണ്. എങ്കിൽ ഇതുപോലെ നമ്മെ സ്നേഹിച്ച മറ്റൊരാളില്ല. യേശുവിനെ പോലെ നമ്മെ സ്നേഹിച്ച മറ്റൊരാളില്ല. തിരുവചനം പറഞ്ഞ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാണൻ വെച്ചു കൊടുക്കുന്നത് ആരെങ്കിലും തുനിയുമായിരിക്കാം, പക്ഷെ ദുർലഭം. പക്ഷെ ശത്രുക്കൾക്ക് വേണ്ടി ആരും പ്രാണൻ വെച്ചു കൊടുക്കത്തില്ല. പക്ഷെ കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹം, നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം ദൂരസ്ഥരായിരുന്നപ്പോൾ, പ്രവൃത്തി കൊണ്ട് അവരെ കോപിപ്പിക്കുന്നവരായിരുന്നപ്പോൾ, അവന് കൃപ കാണിക്കാനോ ദയ കാണിക്കാനോ ഒന്നും നമ്മളില്ലാതിരുന്നപ്പോൾ, പുറത്ത് തള്ളി തീക്കിരയാക്കി മാറ്റേണ്ട യോഗ്യത മാത്രം നമുക്കുണ്ടായിരുന്നപ്പോൾ, നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹത്തിന് തിരിച്ച് സ്നേഹം കൊടുക്കാൻ ഈ ആരാധന സമയം ഉപയോഗിക്കപ്പെടാം. നമുക്ക് മതിമറന്ന് കർത്താവിനെ സ്തോത്രം. ഞാനിങ്ങനെ പറയട്ടെ, പാട്ടല്ലേ ആരാധന? പാട്ട്, ഇന്ന് നാം പാടുന്ന പാട്ട് എഴുതിയിട്ട് എത്ര വർഷമായി? ഇന്ന് നാം പാടുന്ന പാട്ട് എഴുതിയിട്ട് എത്ര നാളായി? പാട്ടില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. എന്ന് പറയും, ഇന്ന് നാം പാടുന്ന പാട്ടൊന്നും ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് നാം പാടുന്ന ഗീതങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. എങ്കിൽ ദൈവമക്കളെ, പാട്ടല്ലേ ആരാധന? നമ്മുടെ സ്നേഹത്തിന്റെ പ്രകടനമാണ് ആരാധന. സ്നേഹത്തിന്റെ വാക്കുകളാണ് ആരാധന. സ്നേഹത്തിന്റെ പ്രകടനമാണ് ആരാധന. യേശുവേ, എനിക്ക് വേണ്ടി പ്രാണൻ വെച്ച് നൽകിയതിനാൽ, യേശുവേ, എനിക്ക് വേണ്ടി അങ്ങയെ പോലെ എന്നെ സ്നേഹിച്ച മറ്റൊരാളെ എനിക്ക് ലോകത്ത് കാണാനില്ലാത്തതിനാൽ ഐ ലവ് യു ലോർഡ്, ഐ ലവ് യു ലോർഡ്. ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന എങ്ങനെയല്ല സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുമോ? ആ സ്നേഹത്തിന്റെ പ്രകടനമാണ് ആരാധന. ദൈവമക്കളെ, അറിയില്ലാത്ത പാട്ടായിരിക്കും ഒരുപക്ഷെ പാടുന്നത്, ഒരുപക്ഷെ അറിയാവുന്ന പാട്ടായിരിക്കാം. പക്ഷെ പാട്ടല്ലേ പാട്ടല്ലേ ആരാധന? സംഗീതമല്ലേ ആരാധന? സ്നേഹത്തിന്റെ ബഹിർഗമനമാണ് ആരാധന. ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന സ്നേഹത്തിന്റെ പിടിച്ചു നിർത്താൻ കഴിയാതെ വണ്ണമുള്ള ആ പുറത്ത് ചാടലാണ് ആരാധന. അതുകൊണ്ട് പാട്ട് നോക്കണ്ട, ട്യൂൺ നോക്കണ്ട എന്ന് പറഞ്ഞ പാട്ട് പാടണ്ടെന്നല്ല, ട്യൂണിനൊത്ത് കൈയടിക്കണ്ടെന്നല്ല. പക്ഷേ സ്നേഹത്തിന് പ്രകടനമാണ് ആരാധന. യേശുവേ, അങ്ങനെ സ്നേഹിച്ചതുകൊണ്ട്, അങ്ങനെ രക്ഷിച്ചതുകൊണ്ട്, അങ്ങനെ പാപം ക്ഷമിച്ചതുകൊണ്ട്, അങ്ങനെ വിടിവിച്ചതുകൊണ്ട്, അങ്ങനെ വീണ്ടെടുത്തതുകൊണ്ട്, അങ്ങനെ രക്ഷകനായതുകൊണ്ട്, അങ്ങനെ വിമോചനായതുകൊണ്ട്, അങ്ങനെ പാപത്തിനെ കുറിച്ച് ക്ഷമിച്ചു തന്നുകൊണ്ട്, ജീവന്റെ പുസ്തകത്തിൽ അങ്ങനെ പേരെഴുതിയതുകൊണ്ട്, എനിക്ക് വേണ്ടി ക്രൂശിൽ അങ്ങ് യാഗമായതുകൊണ്ട്, എനിക്ക് വേണ്ടി കണ്ടാൽ ആള് തോന്നുമാറ് അങ്ങ് വിരൂപമാക്കപ്പെടാൻ എന്നെ പ്രതി സഹിച്ചത് കൊണ്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എല്ലാ കരങ്ങളും തട്ടി ദൈവത്തെ സ്തോത്രം ചെയ്തേ. എല്ലാ കരങ്ങളും തട്ടി ദൈവത്തെ സ്തോത്രം ചെയ്തേ. ദൈവദാസന്മാർ ഒരുമിച്ച് പാടുമ്പോൾ ഒരുമിച്ച് ചേർന്ന് മതി മറന്ന് വരി നോക്കണ്ട. ഹല്ലേലൂയ. ഉള്ളിൽ നിന്ന് സ്തുതി വരട്ടെ, ഉള്ളിൽ നിന്ന് ആരാധന വരട്ടെ, ഉള്ളിൽ നിന്ന് പാട്ട് വരട്ടെ, ഉള്ളിൽ നിന്ന് ഉള്ളിൽ ദൈവത്തിന് പുരുഷാദമുള്ള ആരാധന ഈ പകൽ വെളിപ്പെടട്ടെ. കരങ്ങളെ തട്ടി എനിക്കൊട്ടാശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊട്ടാശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ആകാശഭൂമികൾക്കെല്ലാം ആദിഹേതുവായവൻ നീയേ. ആകാശഭൂമികൾക്കെല്ലാം ആദിഹേതുവായവൻ നീയേ. ആശ്രയം നിന്നിലായതു മുതലൻ ആദികളകന്നു വരാ. ആശ്രയം നിന്നിലായതു മുതലൻ ആദികളകന്നു വരാ. എനിക്കൊക്കാശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊക്കാശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ കണ്ണുകളുയർത്തി ഞാൻ നോക്കും എൻ കർത്താവിനായി. എൻ കണ്ണുകളുയർത്തി ഞാൻ നോക്കും എൻ കർത്താവിനായി. എണ്ണിയ തീരാ
കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ കാൽകൾ വഴുതാതനിശം എന്നെ കാത്തിടുന്നവൻ നീയേ. എൻ കാൽകൾ വഴുതാതനിശം എന്നെ കാത്തിടുന്നവൻ നീയേ. കൃപകൾ തന്നും തുണയായി വന്നു നടത്തുന്ന അത്ഭുതമായി. കൃപകൾ തന്നും തുണയായി വന്നു നടത്തുന്ന അത്ഭുതമായി. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. പ്രത്യാശയോടൊന്ന് പാടിക്കേ. എൻ ദേഹം മണ്ണിലടഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദി ചാർത്തിടും ഞാൻ. നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദി ചാർത്തിടും ഞാൻ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നോ. ആകാശഭൂമികൾക്കെല്ലാം ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആശ്രയം നിന്നിലായതു മുതലൻ അതികളകന്നു വരാൻ. ആശ്രയം നിന്നിലായതു മുതലൻ ആശ്രയം നിന്നിലായതു മുതലൻ ആശ്രയം നിന്നിലായതു മുതലൻ അതികളകന്നു വരാൻ. ആശ്രയം നിന്നിലായതു അതികളകന്നു വരാൻ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിൻ ദയയ്ക്കായി. എൻ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിൻ ദയയ്ക്കായി. എണ്ണിയ തീരാമൻ മകൾ തന്നു എന്നെ അനുഗ്രഹിക്കൂ. എണ്ണിയ തീരാമൻ മകൾ തന്നു എന്നെ അനുഗ്രഹിക്കൂ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം. എനിക്കൊത്താശ വരും പർവ്വതം. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ. എന്റെ മഹത്വം കാണുക നീ. എന്റെ കയ്യിൽ താരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിടുന്നവയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിടുന്നവയിൽ. കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല. എല്ലാവരും നിന്നെ മറന്നു
വഹിച്ചു എന്നും നടത്തിയിടും കരയിൽ എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും കരയിൽ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനുവേ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു വിശ്വാസത്തോട് പാടിക്കേ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല അബ്രഹാമിന്റെ ദൈവം അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ശക്തനല്ലയോ ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനും ശക്തനല്ലയോ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനുവേ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനുവേ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുക എന്റെ മഹത്വം കാണുക നീ എന്റെ കയ്യിൽ താഴിക നിന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടെന്ന് പാടിക്കേ എന്റെ മഹത്വം കാണുക നീ എന്റെ കയ്യിൽ താഴിക നിന്നെ എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും കരയിൽ എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും കരയിൽ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനുവേ കരുതുന്നവൻ എന്റെ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനുവേ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല നന്ദിതേ എൻ ജീവിതത്തിൻ നൗകയിൽ ഞാൻ വന്ന നാൾ മുതൽ എൻ ജീവിതത്തിൻ നൗകയിൽ കാറ്റടിച്ചു അല ഉയരും വൻ സാഗരത്തിനലകളിൽ ജീവിതത്തിൻ പടകിലവൻ താനും ശാന്തി തന്റെ വചനങ്ങളാൽ വാരും ജീവിതത്തിൻ പടകിലവൻ ജീവിതത്തിൻ നൗകയിൽ ഞാൻ വന്ന നാൾ മുതൽ ജീവിതത്തിൻ നൗകയിൽ ഞാൻ വന്ന നാൾ മുതൽ നിങ്ങൾ മാറുകരയിൽ എന്നും മോദമായി അരുളിയവൻ നിങ്ങൾ മാറുകരയിൽ എന്നും മോദമായി അരുളിയവൻ മറന്നിടുമോദ ശിഷ്യഗണത്തെ സ്വന്ത ജനനിയും മറന്നിടും മറന്നിടുമോദ ശിഷ്യഗണത്തെ സ്വന്ത ജനനിയും മറന്നിടും ജീവിതത്തിൻ നൗകയിൽ ഞാൻ വന്ന നാൾ മുതൽ ജീവിതത്തിൻ നൗകയിൽ താൻ വന്ന നാൾ മുതൽ ജീവിതത്തിൻ നൗകയിൽ താൻ വന്ന നാൾ മുതൽ
ഇമ്പമേ എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ താൻ വന്ന നാൾ മുതൽ ആഹാ ഇമ്പം ഇമ്പം ഇമ്പമേ എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ താൻ ശകടാരകടേ ആഹാ ഇമ്പം ഇമ്പം ഇമ്പമേ എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ താൻ വന്ന നാൾ മുതൽ മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ ശാരി ഞാനാശ്വസിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ശാരി ഞാനാശ്വസി ദൈവകൃപയിൽ ആശ്രയിച്ചൊന്ന് പാടിക്കേ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തിയെറിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറന്നിടും ഞാൻ ഒരു കൈത്തിരി പോൽ കത്തിയെറിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറന്നിടും ഞാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ഇഹലോകമോ ഇഹലോകമോ
ദൈവസന്നിധിയിൽ പാടുകേ. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട്. ഹല്ലേലൂയ ചേർന്ന് പാടുകേ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. പാടിക്കേ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്താവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്താവൻ. എന്നെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്നെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. സമർപ്പണമാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ്. സമർപ്പണമാണ്. അവൻ്റെ വഴികളെ അറിഞ്ഞ് എൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് എൻ്റെ ആയുസ് മുഴുവൻ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഞാൻ ജീവിക്കാമപ്പ എന്നുള്ളതിനേക്കാൾ വലിയ ആരാധനയില്ല. എത്ര ഉറക്കെ പാടിയാലും എത്ര ദീർഘസമയം അന്യഭാഷ പറഞ്ഞാലും നാം സ്വയത്തിലാണ് ആശ്രയിക്കുന്നെങ്കിൽ അത് ആരാധനയാകുകയില്ല. നാം അവൻ്റെ വഴിയിലല്ല നടക്കുന്നതെങ്കിൽ, നമ്മുടെ ഇഷ്ടത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ അത് ആരാധനയാകുകയില്ല. നമ്മുടെ ജീവിതത്തെ ഏറ്റവും നാം വില കൊടുക്കുന്നത് അവൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളല്ലെങ്കിൽ അതൊരു ആരാധനയാകുകയില്ല. ആരാധന ഈസ് ഈക്വൽ ടു ഡെഡിക്കേഷൻ. നമുക്ക് നമ്മെ സമർപ്പിക്കാം. നമ്മുടെ കഴിവുകൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നതല്ല ക്രിസ്ത്യ ജീവിതം. നമ്മുടെ പ്രവൃത്തികളെല്ലാം അവൻ്റെ സന്നിധാനത്തിൽ കറപുരണ്ട തുണി പോലെയാണ്. അതുകൊണ്ട് പ്രവൃത്തികൾ വേണ്ടെന്നാണോ? അല്ലല്ല. സൽഗുണം പ്രവൃത്തികൾക്കായി അവൻ നമ്മെ നിയമിച്ചിരിക്കുന്നു. നമ്മിൽ നല്ല പ്രവൃത്തികൾ വെളിപ്പെടണം. പക്ഷെ ദൈവകൃപയിൽ ആശ്രയിച്ച് അവൻ്റെ വഴികളിൽ നടന്നുകൊണ്ട്, ലോകം പറയുന്ന ദാനം ആപത്തിനെ തടയുമെന്നാണ്. ഹല്ലേലൂയ. ഏതാണ് ഏറ്റവും വലിയ ദാനം? കാൽവരിയുടെ കുലക്കളത്തിൽ നമുക്ക് വേണ്ടി രക്ഷ എന്ന ദാനത്തെ നൽകിയതാണ് ലോകത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനം. എങ്കിൽ നാം ആ ദാനത്തിന് തിരിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയ ദാനം എന്താണ്? യേശുവേ, അങ്ങനെക്ക് വേണ്ടി മരിച്ചു. അങ്ങയുടെ നാമത്തെ ഉയർത്തിക്കൊണ്ട് ജീവിക്കാൻ ഞാൻ ശ്രദ്ധ ചെലുത്തിക്കോളാം. എൻ്റെ ജീവിതത്തിലെ ഏത് നിമിഷങ്ങളിലും I decide to glorify your name through my life. എൻ്റെ ജീവിതത്തിലുടനീളം വീഴ്ചകൾ സംഭവിച്ചേക്കാം, പോരായ്മകൾ സംഭവിച്ചേക്കാം, ഇടറിയേക്കാം. പക്ഷേ അവിടെയും വീണ്ടും എഴുന്നേറ്റ് രഥങ്ങളിലും കുതിരകളും ആശ്രയിക്കുന്നവർ കുനിഞ്ഞു വീണുപോകും. We did not trust in the chariots and the horses.
We always trust in God. എങ്കിലും യഹോവയിൽ ആശ്രയിക്കുന്നവർ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. നിന്നെ നിവർത്തുന്ന ഒരു ദൈവം, നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം, കുഴിയിൽ തള്ളിയിടുന്നവരല്ല, നമ്മെ തകർത്ത് കളയുന്നവരല്ല, നമ്മെ പണിയുന്ന ഒരു ദൈവം. നാം പണിയപ്പെടാൻ, നമുക്ക് വേണ്ടി തന്നെ ഉടയാൻ ഏൽപ്പിച്ചു കൊടുത്ത നാഥന സ്നേഹത്തിന് മുമ്പിൽ നമുക്കൊരിക്കലൂടെ ഈ ആരാധന നമുക്ക് സമർപ്പിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ്റെ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമ മഹത്വത്തിനായി ഞാൻ ശോഭിക്കാം. അതിനുള്ള എണ്ണ എന്നിൽ കുറവായിരിക്കാം. അപ്പാ, ഈ ആരാധനയിൽ ആ എണ്ണ എന്നിലേക്കൊന്ന് പകരണമേ. ഏതൊക്കെയോ കാറ്റുകൾ എന്നുള്ള വെളിച്ചത്തെ ഇല്ലായ്മ ചെയ്യാൻ ആഞ്ഞടിക്കുന്നുണ്ടാകാം. കാറ്റുകളെ മറികടന്ന് ആ പാറയിൽ പണിത വീട് നിലനിന്നതുപോലെ ഏത് പ്രതിസന്ധിയുടെ കാറ്റിനെയും മറികടന്ന് മുൻപോട്ട് പോകാനുള്ള അദമ്യ ദൈവശക്തി ഈ ആരാധനയിൽ എൻ്റെ മേൽ പകരണമേ എന്ന് നമുക്ക് ദൈവം ഭാഗം പറയാം.